അങ്ങനെ രാവിലെ എണീറ്റ് ജനലൊക്കെ തുറന്ന് നോക്കുമ്പോൾ ആഹാ നല്ല അടിപൊളി കാലാവസ്ഥ, നല്ല വെയിൽ. ഈ വിൻ്റർ സീസണിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെയിൽ വന്ന് പോകുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ മനസ്സിൽ. നല്ല തണുപ്പുണ്ട് പുറത്ത്, പക്ഷെ എന്നാലും ഈ വെയിൽ കാണുമ്പോൾ നമുക്ക് വീട്ടിലിരിക്കാൻ തോന്നില്ല. എൻ്റെ കയ്യിൽ ഒരു 10 മിനിറ്റ് സമയമുണ്ട്. ചേട്ടായിക്ക് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് പരിമിതമായ സമയത്ത് തട്ടിക്കൂട്ടിയെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. കിട്ടിയ ഒരു ജാക്കറ്റും കയ്യിലെടുത്ത് ഫീലിംഗ് ഫ്രഷ്നെസ് തോന്നിക്കോട്ടെ എന്ന് കരുതി കുറേ ലിപ്സ്റ്റിക്കും വാരി പൊത്തി കിട്ടിയ ഡ്രസ്സും ഇട്ട് ഞാൻ ഇറങ്ങി ഗൈസ്. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനും ഇവിടെ വലിയ തിരക്കേടില്ലാതെ അങ്ങനെ അങ്ങ് പോകുന്നു. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത ദിവസം എന്തായാലും ചീത്തയായില്ല കേട്ടോ. കാരണം നല്ലൊരു ദിവസമാണ്, നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. ആക്ച്വലി തുടങ്ങാനൊന്നുമില്ല, ഞാൻ ഏകദേശം ഒരു 3-4 വർഷത്തിന് മുൻപ് സ്റ്റാർട്ട് ചെയ്തൊരു യൂട്യൂബ് ചാനലാണിത്. പക്ഷേ ഞാനതിൽ വീഡിയോ ഒന്നും ഇടാറുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഷോർട്സ്, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അത്യാവശ്യം ആക്റ്റീവാണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഷോർട്സൊക്കെ ചിലതൊക്കെ എടുത്ത് ഞാൻ ജസ്റ്റ് വല്ലപ്പോഴൊക്കെ തോന്നിയാൽ, അതും തോന്നിയാലേ ഉള്ളൂ, അല്ലാതെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരിക്കലും ഞാൻ ഷോർട്സ് ഇടാറില്ല, വല്ലപ്പോഴൊക്കെ ഇടാറുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാറില്ലല്ലോ, എനിക്ക് പിന്നെ ഒരു ലോങ് വീഡിയോസ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങുന്ന ഒരു യൂട്യൂബ് ചാനലാണേ. ഓൾറൈറ്റ്, സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു വെയിൽ വന്നു കഴിയുമ്പോണ്ടല്ലോ നമ്മൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. അതായത് ഒരു എന്താ പറയുക, ഭയങ്കര ഒരു പുറത്ത് വന്നാൽ വെളിച്ചമ്പോൾ തന്നെ മനസ്സിനുള്ളിൽ ഒരു വെളിച്ചം വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ ഇവിടെ. കാരണം എപ്പോഴും നമുക്ക് കാണാൻ കിട്ടാത്ത ഒരാളാണ് ഇവിടുത്തെ സൂര്യൻ ചേട്ടൻ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, പുള്ളിക്ക് എന്തോ സീരിയസ്ലി എന്നോട് ഒരു പിണക്കമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്തെന്നറിയോ, ഞാൻ എപ്പോൾ ഡ്യൂട്ടിക്ക് പോയാലും ഉണ്ടല്ലോ ഇവിടെ സൂര്യൻ ഉദിക്കും. ഞാൻ എപ്പോൾ ഓഫ് എടുത്ത് വീട്ടിൽ ഇരുന്നാലും ഉണ്ടല്ലോ ഇവിടെ ഒന്നെങ്കിൽ ക്ലൗഡി ആയിരിക്കും, അല്ലെങ്കിൽ മഴയായിരിക്കും. ഇനി ഞാൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ ഒറിജിനൽ പേര് നീതു എന്നാണ് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമില്ല നീതു എന്നുള്ള പേര്. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇട്ടേക്കുന്ന പേര് മാളൂസ് എന്നാണ് കേട്ടോ. അത് ആരൊക്കെ വരുന്നു ഗൈസ്. ഓക്കെ, അത് ആക്ച്വലി എൻ്റെ അമ്മ വീട്ടിൽ വിളിക്കുന്ന പേരാണ് മാളൂന്ന്. അതുകൊണ്ട് എനിക്ക് ആ പേരിനോട് കുറച്ച് അധികം ഇഷ്ടമുണ്ട്. അങ്ങനെയാണ് ഞാൻ ആ പേര് സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിലും, ഈവൻ വാട്സപ്പിലും കൂടെ എനിക്ക് മാളൂന്ന് കണ്ട കിടക്കുന്നത് പേര്. അതെ, മാളൂന്നാണ് കിടക്കുന്നത്. അത് പണ്ടിട്ട പേരാണ് കേട്ടോ. ഒരു ചേട്ടൻ പോയതിൻ്റെ നിഴലാണ് ഇപ്പോൾ പോയത് ഗൈസ്. ഓക്കെ, അത് തന്നെ ഞാൻ മാറ്റാൻ പോയില്ല കേട്ടോ. എല്ലാത്തിലും അത് തന്നെ, ഫേസ്ബുക്കിലും ഒക്കെ അത് തന്നെ. എൻ്റെ ഒറിജിനൽ പേര് സത്യത്തിൽ എന്നെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയാവുള്ളൂ കേട്ടോ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക്, അല്ലെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് എൻ്റെ ഫ്രണ്ട്സിന്, അങ്ങനെയൊക്കെയുള്ളവർക്കേ അറിയാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറൻ്റ്ലി UK-ലാണുള്ളത്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എങ്ങനെ UK-ലെത്തി, ഈ കാര്യങ്ങളെല്ലാം വരും വീഡിയോസിലൂടെയൊക്കെ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നോക്ക്, റോഡൊക്കെ കാലി അടിച്ച് കിടക്കണം. പക്ഷെ ആരോ വരണുണ്ട് കേട്ടോ. റോഡല്ല ഇത് ശരിക്കും നമ്മുടെ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സെൻ്ററൊക്കെ ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. ഒരു ജസ്റ്റ് ഒരു നടക്കാനുള്ളൊരു വഴിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കുറച്ച് നേരം കൂടെയൊക്കെ പുറത്ത് സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് കോള് വന്നു, തിരിച്ച് വീട്ടിലേക്ക് ചെല്ലണം. സത്യത്തിൽ ഇവിടെ ഇപ്പോൾ ഒരു 10 മണിയെങ്കിലും ആയതേ ഉള്ളൂ രാവിലെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ആക്ച്വലി. അപ്പോൾ വീട്ടിൽ ചെന്ന് ഇനി ഒന്നിന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ ആയിട്ട് ചെയ്തതാണ് കേട്ടോ, ജസ്റ്റ് ഒരു ഇത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചിലപ്പം ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടൊന്നും തിരിക്കുന്നില്ല ഗായ്സ്, കൈയൊക്കെ അതേ മരച്ചു. ചിലപ്പോൾ ഞാൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളും, അമ്മേ തട്ടിയപ്പോൾ വീണേനെ, ലൈഫ് സ്റ്റൈൽ എന്തുവാ പറഞ്ഞു വന്നതെന്ന് കൂടെ മറന്നു പോയി ഗായ്സ്. ലൈഫ് സ്റ്റൈലായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ഈ UK-യിൽ എന്നെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഞാനിതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ തൽക്കാലം വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വിശന്നിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ ശരി, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.